അബൂജഹലിന്റെയും ഉത്തുബത്തിന്റെയും ശൈബത്തിന്റെയും പാർട്ടിയാണെന്ന് ഖുർആനും ഹദീസും വെച്ച് ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആരോടാണ് മതം പറയുന്നത്? മതം പഠിച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. ലീഗ് പറയുന്നു ഞങ്ങളാണ് ഇസ്ലാമിന്റെ വക്താക്കൾ. ലീഗിനോടൊന്ന് ചോദിക്കട്ടെ, ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങള് ഇപ്പൊ കേരളത്തിൽ വലിയ ചർച്ച സംഭവിച്ചൊരു സംഭവമുണ്ടല്ലോ, നിലവിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന ലീഗ് പറയുന്നത്. അതിനുവേണ്ടി SKSSF അവരുടെ നിലപാടെന്താ? ഇവിടെ അവരുടെ നിലപാടെന്താ എനിക്കറിയില്ല. പക്ഷെ അത്ഭുതപ്പെടുത്തിയ സംഭവം, SKSSF ആ വിഷയത്തിൽ ഫത്വ ഇറക്കി. ഞങ്ങൾക്ക് ഈ മതസംഘടനകളോട് ചോദിക്കാനുള്ളത്, 1400 വർഷങ്ങളായി കേരളത്തിൽ നിലവിളക്ക് കത്തുന്നുണ്ട്. നിങ്ങൾക്കറിയില്ലേ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം എന്നാമൻ പൊന്നാനിയിലെ പള്ളിയിലിരിക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പള്ളിയിൽ ഇന്നും കൊളുത്തിവെച്ച നിലവിളക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. ലീഗ് SKSSF. പക്ഷെ എന്നിട്ട് അവര് പറയുന്നു ലീഗിന് വേണ്ടി ഫത്വ ഇറക്കുകയാണ്. ലീഗിന് വേണ്ടി ഫത്വ ഇറക്കുന്ന കൊട്ടാരം ഫത്വക്കാരായി നിങ്ങളെ സമൂഹം മതപ്പതിപ്പിക്കാതിരിക്കട്ടെ, നിങ്ങളുടെ സമൂഹം വിലയിരുത്താതിരിക്കട്ടെ. ചരിത്രത്തിൽ ഒരുപാട് അടയാളപ്പെടുത്തലുകൾ നടത്തിയ സംഘടനയാണ് സമസ്ത. ആ തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ലീഗ് പറയുന്നു ഗംഗ യമുന എന്ന പേരൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അത് അനിസ്ലാമികമാണ്. എന്തൊരു ലീഗ്! ലീഗിന് എന്നാണ് ഇസ്ലാമിനോട് ഇത്ര സ്നേഹം തുടങ്ങിയത്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങൾ ഇസ്ലാമികമാക്കേണ്ടേ? നിങ്ങൾ ഇവിടെ തന്നെ സംഘടിപ്പിച്ച ഒരു ഗാനമേളയുണ്ടല്ലോ, ഗാനമേളയുടെ ഇസ്ലാമിക വിധി എന്താ? അതെന്നെ പോലെ നിങ്ങളുടെ ഇസ്ലാം മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, ലീഗിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ അറിയേണ്ട സംഭവമില്ലേ? ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞതാണോ? ഇതറിയുന്നതല്ലേ നിങ്ങൾക്ക്? പ്രവാചക തിരുമേനി പറഞ്ഞതാണ്, പലിശ കഴിക്കുന്നവൻ, അതിന് കാവൽ നിൽക്കുന്നവൻ, അതിന് എഴുത്തുകാരനാവുന്നവൻ എല്ലാവരും നരകത്തിലാണെന്ന് എഴുതി വെച്ചു പ്രവാചക തിരുമേനി. എത്ര ലീഗിന്റെ നേതാക്കൾ സ്വർഗത്തിലുണ്ടാകും? കേരളത്തിലെ മുഴുവൻ സഹകരണ സ്ഥാപനത്തിലേക്കും സഹകരണ ബാങ്കുകളിലേക്കും ലീഗ് മത്സരിക്കുന്നു. എല്ലാ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിലും വളരെ പ്രമാണിമാരായ ലീഗിന്റെ നേതാക്കൾ ഉണ്ടാകുന്നു. ഇത് ഇസ്ലാമാണോ? അള്ളാന്റെ പ്രവാചകൻ പറയുന്നു നിങ്ങൾ എന്താണ്? നരകത്തിലാണ്. നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഇസ്ലാമാണ്. ഏത് ഇസ്ലാമാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ലഅനല്ലാഹു റാശി വൽ മുർതശി. അതുകൂടി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. എന്താ പറയുന്നത്? ലഅനല്ലാഹു റാശി വൽ മുർതശി. കൈക്കൂലി വാങ്ങുന്നവൻ, അതിന് കാവൽ നിൽക്കുന്നവൻ, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. നിങ്ങൾ കേരളത്തിന്റെ കോണ്ടക്സിൽ ഒന്ന് പരിശോധിക്കുന്നത്. കേരളത്തിന്റെ കോണ്ടക്സിൽ കെ എം മാണി കൈക്കൂലി വാങ്ങി 20 കോടി വാങ്ങിയപ്പോ കേരള നിയമസഭക്കകത്ത് ഇടതുപക്ഷം പറഞ്ഞു ഒരു കൈക്കൂലിക്കാരനെ സംരക്ഷിക്കാൻ പാടില്ല, ഒരു കൈക്കൂലിക്കാരനും കേരളത്തിന്റെ നിയമ ദേവാലയത്തിൽ വരാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോ ആ കള്ളന് കാവല് നിന്നത് നിങ്ങളുടെ PK ബഷീറും KM ഷാജിയുമായിരുന്നില്ലേ? നിങ്ങളെ കുറിച്ച് പ്രവാചകൻ പറയുന്നത് അള്ളാഹു നിങ്ങളെ ശപിച്ചിരിക്കുന്നു. എന്നിട്ട് ഇസ്ലാം നിങ്ങളതാ. ആരോടാ നിങ്ങളിത് പറയുന്നത്? അള്ളാന്റെ പ്രവാചകന്റെ പേര് പറഞ്ഞ്, ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഇനി നിങ്ങളെ തെരുവിൽ കണ്ടുപോകരുത് ലീഗ്. എന്തെല്ലാം സംഭവങ്ങൾ പറഞ്ഞു പോകാൻ കഴിയും? ഇസ്ലാമിന്റെ പേര് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ആയിരക്കണക്കിന് കോടികളുടെ ആസ്തിയുള്ളവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ്. പ്രവാചക തിരുവേരിയുടെ രാഷ്ട്രീയം എന്തായിരുന്നു? അവിടുത്തെ അനുയായികളാരായിരുന്നു? അള്ളാന്റെ പ്രവാചകൻ മരിക്കുന്നത് വരെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന. അല്ലാഹുവേ എന്നെ ദരിദ്രനായി ജീവിപ്പിച്ച് ദരിദ്രനായി മരിപ്പിക്കണേ. ഇതൊക്കെ ലീഗുകാർക്കും SKSSFകാർക്കും ഇവിടെ മതം പഠിക്കുന്നവർക്കൊക്കെ അറിയുന്നതല്ലേ? എന്താ ഈ പറഞ്ഞതിന്റെ മലയാളം? ആരായിരുന്നു പ്രവാചക തിരുമേനി? 23 വർഷത്തെ പ്രബോധനം കൊണ്ട് അറേബ്യൻ ഉപദ്വീപിന്റെ ഭരണാധികാരി തുല്യനായ പ്രവാചകൻ. അത് മാത്രമല്ല, ഉഹദ് മല ഞാൻ നിങ്ങൾക്ക് സ്വർണമാക്കി തരട്ടെ എന്ന് പറഞ്ഞപ്പോ പള്ളിയുടെ മുസല്ലയിലിരുന്നു കൊണ്ട് പ്രവാചക തിരുമേനി പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന. അല്ലാഹുവേ എന്നെ ദരിദ്രനായി ജീവിപ്പിച്ച് ദരിദ്രനായി മരിപ്പിക്കണേ. നിങ്ങളെ പൊളിറ്റിക്സും പ്രവാചകന്റെ പൊളിറ്റിക്സും ഒന്നാവോ ലീഗ്? ലീഗ് പറയുന്നു അല്ലാഹുമ്മ അഹ്യിനി വലിയ വഅമിത്നി വലിയ. അല്ലാഹുവേ എന്നെ സമ്പന്നനായി ജീവിപ്പിച്ച് എല്ലാ ദിവസവും സമ്പന്നനായി മരിപ്പിക്കണേ. എങ്ങനെയുണ്ട്?
അള്ളാന്റെ പ്രവാചകന്റെ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ഇടതുപക്ഷത്തിലാണ്. ഏറ്റവും കൂടുതൽ അതിന്റെ അവകാശപ്പെടാനുള്ളത് കമ്മ്യൂണിസ്റ്റുകൾക്കാണ്. ഒരു സംശയം വേണ്ട. അത് മാത്രമല്ല, പ്രവാചകന്റെ കമ്മ്യൂണിസം നിങ്ങൾക്ക് കേൾക്കണോ? ഞാനിത് ഇത്ര വളരെ കൃത്യമായിട്ട് ഓതാൻ കാരണം, ലീഗ് ഇപ്പോഴും 21-ാം നൂറ്റാണ്ട് രാജ്യം ഇത്രമേൽ സംസ്കാര സമ്പന്നമായിട്ട് ഇന്ന് ലീഗ് വരാൻ ബാങ്ക് കൊടുക്കാൻ സമ്മതിക്കൂല കമ്മ്യൂണിസ്റ്റുകാര്. ഏത് ബാങ്കാണോ? ഈ ബാങ്കൊക്കെ ഞങ്ങളാണ് കേരളത്തിൽ കൊടുപ്പിക്കുന്നത്. നിങ്ങൾ ഉത്തരേന്ത്യയിൽ പോയത് കൊടുക്ക് ലീഗ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലീഗിന്റെ പേര് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? ഞാനിപ്പോ ഈ അടുത്ത് ഗുജറാത്തിൽ പോയപ്പോ കഴിഞ്ഞ കാലത്ത് ലീഗിന്റെ ആഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം ഞാൻ കണ്ടു. ആ സ്ഥാപനം ഇന്ന് ഫലൂദക്കടയാണ് ലീഗ്. നിങ്ങൾ വളർന്ന് വളർന്ന് ഫലൂദക്കടയായി മാറിയിരിക്കുന്നു ഗുജറാത്തിൽ. എന്നിട്ട് ലീഗ് പറയാണ് സമുദായം. എന്നിട്ട് ലീഗ് പറയുന്നു ഞങ്ങള് രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കുന്നു, ഞങ്ങള് സമുദായത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്നവരാണ്. എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത്? പ്രവാചകൻ പറയുന്നു, പ്രവാചകനോട് ഖുർആൻ ചോദിക്കുന്നു അല്ലയോ പ്രവാചകരെ, ആരാണ് സത്യനിഷേധികൾ, ആരാണ് മതത്തിന്റെ വിരോധികൾ എന്നറിയുമോ പ്രവാചകരെ നിങ്ങൾക്ക്? അപ്പൊ ലീഗുകാർ പറഞ്ഞു, ലീഗുകാർ ഇതിന് മറുപടി പറയുന്ന, ഞങ്ങൾക്കറിയാം കോണിക്ക് വോട്ട് ചെയ്യാത്തവര്, ശിഹാബ് തങ്ങളെ കാണുമ്പോ സല്യൂട്ട് ചെയ്യാത്തവര്, അതല്ലാത്തവരെല്ലാരും ഇസ്ലാമിന്റെ പുറത്താണ്. പക്ഷേ അല്ലാഹു പറയുന്നു അനാഥന്റെ അന്നം മുടക്കുന്നവനാണ് പ്രവാചകരെ. ഞങ്ങൾ തന്നെയല്ലേ പറയുന്ന അനാഥൻ എന്ന് പറഞ്ഞാൽ ബാപ്പയില്ലാത്ത കുട്ടി എന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ ലോകത്തിന്റെ മനുഷ്യന്റെ മുഴുവൻ അനാഥത്വങ്ങളെയും ഖുർആൻ ആവാഹിക്കുകയായിരുന്നു. മനുഷ്യന്റെ മുഴുവൻ വേദനകളെയും ഖുർആൻ ആവാഹിക്കുകയാണ്. അനാഥന്റെ അന്നം മുടക്കുന്നത് ലീഗല്ലേ? അനാഥന്റെ അന്നം മുടക്കുന്നത് കോൺഗ്രസ് അല്ലേ? പാവപ്പെട്ടവർക്ക് അനുകൂലമായ എന്തെങ്കിലും നിലപാടെടുക്കാറുണ്ടോ? 1 രൂപ കരി കൊടുത്തപ്പോ അത് നിരോധിച്ചില്ലേ? EMS ഭവന പദ്ധതി ഉണ്ടാക്കിയപ്പോ അതില്ലായ്മ ചെയ്തില്ലേ? ഇതെന്നെ പ്രവാചകൻ പറഞ്ഞത്. അനാഥന്റെ അത് കഴിഞ്ഞ് അള്ളാഹു പറയുന്നു, നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചുള്ളതാ ലീഗ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു പ്രവാചകനോട് പറയുകയാണ്, പാവപ്പെട്ടവന്റെ ഭക്ഷണം വിലങ്ങുന്നവൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണം വിലങ്ങുന്നവൻ ഇസ്ലാമല്ലല്ലോ പ്രവാചകരെ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക മാത്രമല്ല, അതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ ജീവിതമാണ്, പാവപ്പെട്ടവന്റെ ഉന്നമനമാണ്, പാവപ്പെട്ടവന്റെ ജീവിത നിലവാരമാണ്. ഇത് ലീഗ് മനസ്സിലാക്കണം. ഇനിയും നിങ്ങൾ ഇസ്ലാമിന്റെ പേര് പറയരുത്. ഇടതുപക്ഷം ഇത് തന്നെയല്ലേ പറയുന്നത്. ഇടതുപക്ഷം പറയുന്നു, നിന്റെ ജീവിതം ഞങ്ങൾക്ക് പ്രശ്നമാണ്, നിന്റെ അന്നം ഞങ്ങൾക്ക് പ്രശ്നമാണ്, നിന്റെ ദൈനംദിന കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നമാണ്, നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനയുണ്ടാകും, നിന്നെ വർഗീയ ഭ്രാന്തി